നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരക പ്രിയങ്ക ഗാന്ധി ആയിരിക്കും. കോൺഗ്രസിൻ്റെ പ്രചരണ സംവിധാനത്തെ നയിക്കുക പ്രിയങ്കയായിരിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. വയനാട്ടിൽ രാഹുൽ മാറിയപ്പോൾ പ്രിയങ്ക ഏതാണ്ട് 5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്നും ജയിച്ച് ലോക്സഭയിലെത്തിയത്. പ്രിയങ്കയ്ക്ക് രാഹുലിനേക്കാളും കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇവർ ഈ ആഗ്രഹം ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും അവർ അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച പ്രചാരക പ്രിയങ്ക തന്നെയായിരിക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. ഇന്ദിരാഗാന്ധിയുമായുള്ള ശാരീരിക സാദൃശ്യം മാത്രമല്ല, കുറെ കൂടെ ആഴത്തിൽ ജനങ്ങളോട് ഇടപഴകാനുള്ള കഴിവ് പ്രിയങ്കയ്ക്ക് നന്നായി ഉണ്ടെന്നും 140 മണ്ഡലങ്ങളിലും പ്രിയങ്ക പ്രചരണത്തിനെത്തിയാൽ അത് UDFന് വൻ ഗുണം ചെയ്യുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നതും അവർ ഇക്കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചതും. ഏതായാലും പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് പ്രചരണത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിനിറങ്ങും. എന്നു മാത്രമല്ല, പ്രചരണം മൊത്തത്തിൽ ഏകോപിപ്പിക്കുന്ന ചുമതലയും അവർക്ക് തന്നെയായിരിക്കും. മുഖ്യ താരക പ്രചാരകയും കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർപേഴ്സണും പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനുള്ള ഒരു നിർദ്ദേശം KPCC നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചിട്ടുണ്ട്. പ്രിയങ്കയുടെ ആ രാഷ്ട്രീയ പ്രതിച്ഛായയെ പരമാവധി കേരളത്തിൽ ഉപയോഗിച്ച് സീറ്റ് നേടുക എന്നതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം. പ്രിയങ്ക ഗാന്ധി പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ്. പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സ്ത്രീകളിലേക്ക് ഒക്കെ ഇടയ്ക്ക് പ്രിയങ്കയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അവരുടെ വലിയൊരു ഇമേജ് പ്രിയങ്കയ്ക്ക് ഉണ്ടെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിനും പ്രിയങ്ക താരപ്രചാരകയായി മുഖ്യ താരപ്രചാരകയായി രംഗത്ത് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിൽ മുസ്ലിം സ്ത്രീകളെ വളരെയധികം ആകർഷിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വവും. അതോടൊപ്പം തന്നെ തെക്കൻ പ്രദേശങ്ങളിലും മധ്യ കേരളത്തിലുമെല്ലാം പ്രിയങ്ക പ്രചാരണത്തെ നയിക്കട്ടെ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം മേഖലകളിൽ പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിക്ക് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് തന്നെ ഒരു അംഗീകാരമുണ്ട്, അവർക്ക് ഒരു ജനസമ്മതിയുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ മധ്യവർത്തി സമൂഹത്തിൽ മിഡിൽ ക്ലാസ്സിന് മുന്നിലും പ്രിയങ്കയെ മികച്ചൊരു മുഖമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് രാഷ്ട്രീയമായി വളരെ നേട്ടമുണ്ടാക്കുമെന്നും UDFനും വളരെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ താരപ്രചാരക മുഖ്യ പ്രചാരക പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് വന്നു പോകുമെന്നല്ലാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും കാര്യമായി ഇടപെടില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ UPയിലെ റായ്ബറയിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹത്തിന് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. 2027 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വയനാട്ടിൽ ഇപ്പോൾ 2 നിയമസഭാ സീറ്റും UDFൻ്റേതാണ്. ഒരു സീറ്റ് മാത്രമേ LDFൻ്റെ കയ്യിലുള്ളൂ. ആ സീറ്റ് കൂടെ പിടിച്ചെടുത്ത് 3 നിയമസഭാ സീറ്റിലും വയനാട്ടിൽ കോൺഗ്രസിനെയും UDFനെയും വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യവും പ്രിയങ്ക ഗാന്ധിയുടെ ചുമലിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യ പ്രചാരക എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.